നമസ്കാരം. അടുത്ത കഥ ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്. രണ്ട് കൂട്ടുകാർ കാനന നടുവിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു കരടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട മരം കയറാൻ അറിയാവുന്ന ഒരു സുഹൃത്ത്, ആ രണ്ടുപേരിൽ ഒരാൾ ഓടി, കൂട്ടുകാരനെ ഉപേക്ഷിച്ചിട്ട് ഓടി ഒരു മരത്തിൽ കയറി. അത് കണ്ട എന്താ പറയുക, കരടി അത് കണ്ടോണ്ട് വരികയാണല്ലോ. അവൻ രക്ഷപ്പെട്ടു. കരടിക്ക് മരം കയറാനൊക്കെ അറിയാം, എന്നാലും അവനെ അങ്ങ് വിട്ടു. രക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ ബോധം കെട്ട് നിലത്ത് നിന്ന കൂട്ടുകാരൻ മറിഞ്ഞടിച്ച് വീണു. കരടി വന്ന് നിലത്ത് കിടക്കുന്നതിനെ മണപ്പിച്ച് നോക്കി. അപ്പോൾ മണപ്പിച്ച് നോക്കുമ്പോൾ ജീവനുണ്ടോ എന്നാണ് മണപ്പിച്ച് നോക്കിയത്. മോളിൽ നിന്ന് മറ്റേ കൂട്ടുകാരൻ നോക്കുമ്പോൾ കരടി കൂട്ടുകാരനോട് എന്തോ രഹസ്യം കാതിൽ പറയാണെന്ന് തോന്നി. ബോധം പോയവൻ ബോധം വന്നിട്ടും ശ്വാസം അടക്കി പിടിച്ച് കിടന്നു, ചത്തുപോയി എന്നുള്ള രീതിയിൽ. കരടി അവൻ്റെ മൂക്കിലും കാതിലുമൊക്കെ മണപ്പിച്ചിട്ട് പതിയെ നടന്നുപോയി. കരടി നടന്നു മറഞ്ഞു എന്ന് കണ്ടപ്പോൾ മരത്തിൽ കയറിയവൻ നിലത്തിറങ്ങി. കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് കുലുക്കി വിളിച്ചു. അപ്പോൾ അവൻ എണീറ്റു. കരടി എന്താടാ നിൻ്റെ കാതിൽ പറഞ്ഞത് എന്ന് സുഹൃത്ത് ചോദിച്ചു. ഉത്തരം രസകരമായിരുന്നു. ആപത്തിൽ സഹായിക്കാത്തവൻ നല്ല സുഹൃത്തല്ല, സൂക്ഷിക്കണം അവനെ എന്നാണ് കരടി എൻ്റെ കാതിൽ പറഞ്ഞത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നും കരടി പറഞ്ഞു. ഇങ്ങനെ ചുമ്മാ കയറ്റി കൊടുത്തു. ഞാനിപ്പോൾ ഈ രണ്ട് കൂട്ടുകാരെ പറ്റിയും കരടിയെ പറ്റിയും ഓർക്കാൻ കാര്യം, ബബ്ബ സിനിമ തിയേറ്ററിൽ റിലീസായ അന്ന് തന്നെ ഞാൻ ഒരു പടവും റിലീസ് ചെയ്യുന്ന ദിവസം കാണുന്നതല്ല, തിരക്ക് കുറയുന്ന കാലത്താണ് പോയി കാണാറ്. ഇത്തവണ എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു, ആണ് ഇന്ന് തന്നെ കാണണമെന്ന്. അപ്പോൾ തിരുവനന്തപുരം ന്യൂ തിയേറ്റർ അടക്കം ഞാൻ ഒരുപാട് അടുത്ത് വിളിച്ചു. ലാൽ ക്രിയേഷനിലെ ഹരിയെ വിളിച്ചിട്ട് അവിടെ നിങ്ങൾ ടിക്കറ്റ് തരപ്പെടുത്താമെന്ന് ചോദിച്ചു. ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ നേതാവ് റിയാസിനെ വിളിച്ചു. ഒരിടത്തും ടിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെ പോകുമ്പോൾ തിരുവനന്തപുരത്ത് പേയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് SP എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു രാത്രി 12 മണിക്ക്. അങ്ങനെ ഞങ്ങൾ 12 മണിക്കുള്ള പാതിരാ ഷോ കണ്ടിരിക്കുമ്പോൾ കരടി പറഞ്ഞ സൂക്തകം ഞാൻ അറിയാതെ ഓർത്തുപോയി. ആപത്തിൽ എന്താ പറയുക, സഹായിക്കാത്തവൻ, അല്ലെങ്കിൽ ആപത്തിൽ കൈതരാത്തവൻ, അല്ലെങ്കിൽ കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട എന്ന് പറഞ്ഞതുപോലെ, എന്താ പറയുക, എനിക്ക് ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ആപത്തിൽ സഹായിക്കാത്ത ഒരാളെയും ചങ്ങാതിയായി കൂട്ടരുത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ പേരിൽ കേസ് വന്നപ്പോൾ ഇവിടുത്തെ സിനിമാ സംഘടനകളെല്ലാം അയാളെ പുറത്താക്കാനായിട്ട് മത്സരിക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അയാളെ വെച്ച് സിനിമ എടുത്ത വേന്ദ്രന്മാരും ഉണ്ട്. ഈ പുറത്താക്കിയ വേന്ദ്രൻ തന്നെ നേരെ അങ്ങ് വീട്ടിൽ ചെല്ലുമല്ലോ, ദിലീപിൻ്റെ വീട്ടിൽ, നമുക്ക് ഒരു സിനിമ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമല്ലോ. അങ്ങനെ ചെയ്തു. അമ്മയുടെ മീറ്റിംഗ് നടക്കുകയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ. അവിടെ മീറ്റിംഗ് കൂടുമ്പോൾ ഒരു യുവനടൻ ക്യാമറകളെ നോക്കി പറഞ്ഞ വാചകം മലയാളി മറക്കാൻ ഇടയില്ല. നമ്മളാരും മറന്നാലും ദിലീപ് മറക്കാൻ ഇടയില്ല. കമ്മിറ്റി കഴിയട്ടെ, ഞാൻ ചിലത് പറയും, കമ്മിറ്റി അത് അംഗീകരിച്ചില്ല എങ്കിൽ പുറത്തു വന്ന് ഞാൻ ചിലത് പറയാം എന്നായിരുന്നു അയാളുടെ ഭീഷണി. ശരിക്കും മമ്മൂട്ടി അടക്കം ആ ഭീഷണിയിൽ വിഷമിച്ചു, തല താഴ്ത്തി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനടക്കം, സുരേഷ് ഗോപി അടക്കം ഏറ്റിട്ട് നടക്കാത്ത, അമ്മയ്ക്ക് എന്താ പറയുക, ഫണ്ടുണ്ടാക്കാൻ എടുക്കാനിരുന്ന സിനിമ ഏറ്റെടുത്ത് നടത്തുക മാത്രമല്ല, അതായത് ഞാനടക്കം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അടക്കം, സുരേഷ് ഗോപി അടക്കം 6 വർഷക്കാലം ഇവരെല്ലാം ചർച്ച ചെയ്തു അമ്മയ്ക്ക് വേണ്ടിയുള്ള സിനിമ തുടങ്ങാമെന്ന്. പക്ഷേ എങ്ങും എത്തിയില്ല. അപ്പോഴാണ് ഞാൻ ആ സിനിമ ഏറ്റെടുക്കുന്നു, സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ 5 കോടി രൂപ അമ്മയ്ക്ക് ലാഭവിഹിതമായി തരാമെന്ന് ഏറ്റിട്ട്, അയാൾ പടം വലിയ വിജയമായതുകൊണ്ട് 20-22 കോടി രൂപ അയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾ 6.5 കോടി കൊടുത്ത മനുഷ്യനെയാണ് പുറത്താക്കണമെന്ന് വാദിച്ചത് എന്നൊക്കെ മമ്മൂട്ടി ചിന്തിച്ചിരിക്കാം. കോടതി 8.5 വർഷത്തിന് ശേഷം ദിലീപിനെ വിട്ടയച്ചത് കേട്ടപ്പോഴെങ്കിലും ആലപ്പി അഷ്റഫ് കാണിച്ച മര്യാദ പോലും ഈ വാചകങ്ങൾ അടിച്ച ഒരു നടനും കാണിച്ചില്ല. ആലപ്പി അഷ്റഫ് കാണിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് എതിർത്തു, കാരണം നിങ്ങൾ എൻ്റെ 2 കഥ കേട്ടിട്ട് എനിക്ക് ഡേറ്റ് തരാതെ എന്നെ പറ്റിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ എതിർത്തു. പക്ഷേ കോടതി നിങ്ങളെ നിരപരാധി എന്ന് പറഞ്ഞ് പുറത്തു വിടുമ്പോൾ ഞാൻ സോറി പറയുന്നു എന്നാണ് ആലപ്പി അഷ്റഫ്, അത്രയും മാന്യത അയാൾ കാണിച്ചു. പക്ഷേ ഞാൻ കമ്മിറ്റി കഴിഞ്ഞ് പുറത്ത് വരട്ടെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് പോയവൻ
ഈ വിധി വന്ന ശേഷം പോലും മിണ്ടിയിട്ടില്ല. എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇപ്പോൾ അദ്ദേഹത്തെ നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്നു. അന്ന് ഞാൻ അയാളെ പുറത്താക്കിയില്ല എങ്കിൽ, ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ പുറത്താക്കിയത്, അതിലെനിക്ക് വിഷമമുണ്ടെന്നൊരു വാക്ക് പറഞ്ഞില്ല. ഒരു പെണ്ണും പിള്ള തനിക്കുള്ള പക തീർക്കാനായി മൈക്കിന് മുന്നിൽ കാച്ചിയ വാചകമടി വിശ്വസിച്ചത് എൻ്റെ തെറ്റായിരുന്നു എന്നെങ്കിലും ആ പറഞ്ഞ നടൻ പറയണമായിരുന്നു. പെണ്ണുപിള്ള എന്ന് പറയുമ്പോൾ സ്ഥിരമായി നമ്മൾ പറയുന്ന ശബ്ദം വാടകയ്ക്ക് കൊടുക്കുന്ന ആളല്ല. മലയാളത്തിലെ എന്താ പറയുക, ലേഡി സൂപ്പർ സ്റ്റാർ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കണില്ലേ, അവർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ദിലീപാണ് ഈ കേസൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് അയാളെ അമ്മയിൽ നിന്ന് പുറത്താക്കണമെന്ന് യുവനടൻ വാശി പിടിച്ചത്. കോടതി നിരപരാധിയായി വിട്ടെങ്കിൽ ഞാനും അത് അംഗീകരിക്കുന്നു എന്ന് പറയാനുള്ള മാന്യത പോലും ഈ ചെറുപ്പക്കാരെ കാണിച്ചില്ല. ശബ്ദം വിറ്റ് തിന്നവളിൽ നിന്നും ഈ വാചകമടിച്ചവന് എന്ത് വ്യത്യാസം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പറയാൻ വന്നത് മറ്റൊരാളെ പറ്റിയാണ്, യവനെയൊന്നും കുറിച്ചല്ല. വിധി വരെ എന്താ പറയുക സമദൂരം പാലിച്ച ആളായിരുന്നല്ലോ മോഹൻലാൽ. നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക്, എൻ്റെ അനിയത്തിക്ക് നീതി ലഭിക്കട്ടെ എന്ന്, ദിലീപ് ഈ കേസിലില്ല എന്ന്, നിരപരാധിയാണെന്ന് തെളിയിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ ഏക ആളാണല്ലോ മോഹൻലാൽ. അതിന് മോഹൻലാലിനെ ഒരുപാട് പേര് എടുത്തു കൊടുത്തു, എന്നിട്ട് മോഹൻലാൽ അത് തിരുത്തിയില്ല. പരസ്യമായി അതിജീവിതയ്ക്കും ദിലീപിനും വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് മോഹൻലാൽ. അയാളെ നന്നായി ഒന്ന് പഠിച്ചാൽ, മോഹൻലാലിനെ നന്നായിട്ടൊന്ന് പഠിച്ചാൽ, അയാളുടെ കുടുംബ പശ്ചാത്തലം ഒക്കെ പഠിച്ചാൽ മോഹൻലാലിന് അങ്ങനെ പറയാൻ കഴിയും. കാരണം ഈ അടുത്ത കാലത്ത് മരിച്ച അദ്ദേഹത്തിൻ്റെ അമ്മ അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തെ പഠിപ്പിച്ചത്. ആരെയും കണ്ണുടച്ച് എതിർക്കരുത്, ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞാൽ മറുപടി പറയരുത് എന്നൊക്കെ ആയിരിക്കും അവർ പഠിപ്പിച്ചത്. ഇന്ന് ഇത്രയും പ്രശസ്തനായിട്ടും ദിലീപ്, എനിക്ക് അതിശയം തോന്നിയ അതാണ്. ദിലീപിൻ്റെ സഹോദരി ഫ്ലാറ്റിൽ എന്താണ് താമസിക്കുന്നത്, ദിലീപിൻ്റെ അനുജൻ വേറെ വീട്ടിലെവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും രാവിലെ മുതൽ രാത്രി വരെയും ഒരു കൂട്ടുകുടുംബത്തിലെ പോലെ ദിലീപിനോടൊപ്പം തന്നെ ആലുവയിലെ വീട്ടിലുണ്ട്. ഒരു കൂട്ടുകുടുംബ രീതിയിലാണ് ദിലീപ് ആ വീട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇതുപോലുള്ളൊരു നാറിയ കേസിൽ എന്താ പറയുക ബുദ്ധി ഉപദേശിക്കാൻ കഴിയില്ല. തനിക്ക് 2 പെൺമക്കളാണെന്ന ബോധം ഉള്ള ആളാണ് ദിലീപ്. അതിനപ്പുറം അമിതമായ ഈശ്വര വിശ്വാസം, തന്നെ ചതിച്ച് അഴിക്കുള്ളിലാക്കിയ മഹതിയോട് പോലും മോളിലിരിക്കുന്ന ആൾ ചോദിച്ചോട്ടെ എന്ന് സമാധാനപ്പെടുന്ന ആളാണ് ദിലീപ്. ഞാൻ ഒരു ദിവസം സംസാരിച്ച് വേണ്ട പറയാം, ഞാനൊന്നും ആരും പറയില്ല ഏട്ടാ, താങ്കളിപ്പോൾ സംസാരിച്ചില്ലേ ഒരാളെ പറ്റി, അതെ, അവർക്ക് ദൈവം കൊടുക്കട്ടെ, എന്നോട് ഈ ചതി കാണിച്ചതിന് ദൈവം കൊടുക്കട്ടെ, ഞാനവരെ ഒന്നും പറയില്ല ഏട്ടാ, ഒന്നുമില്ലെങ്കിലും എൻ്റെ മീനുവിന് ജന്മം നൽകിയതല്ലേ, ഞാൻ പറയില്ല എന്നാണ്. അങ്ങനെ പറയുന്ന ഒരാളാണ് ദിലീപ്. എല്ലാം മേളിലിരിക്കുന്ന ആളിന് വിടുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഹീനകൃത്യങ്ങൾ ചെയ്യാനാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തു പറഞ്ഞാലും ദിലീപിൻ്റെ ജനപ്രിയതയെ, അയാളുടെ ബിസിനസ്സുകളെ, അഭിമാനത്തെ, സമ്പത്തിനെ ഒക്കെ തകിടം മറിച്ചതാണല്ലോ അതിജീവിതയുടെ കേസ്. പുതിയ ചിത്രത്തിൽ തൻ്റെ ലാലേട്ടൻ ഒരു വേഷം ചെയ്താൽ സിനിമയുടെ തലവരെ മാറുമെന്ന് ദിലീപ് ചിന്തിക്കുക സ്വാഭാവികം. കാരണം എഴുതി വരുമ്പോൾ അങ്ങേർക്ക് പറ്റിയൊരു വേഷമാണെന്ന് തോന്നിയിരിക്കാം. അദ്ദേഹം കൂടെ സഹകരിച്ചാൽ ഗോകുലം ഗോപാലേട്ടൻ എത്ര കോടി മുടക്കിയാലും അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അയാൾക്ക് തോന്നിയിരിക്കാം. ബബ്ബയിലെ ചെറുതും വലുതും അല്ലാത്ത വേഷം ചെയ്ത് കാശിൻ്റെ ആർത്തിയിലാവില്ല മോഹൻലാൽ സഹകരിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപിനെ സഹായിക്കുക എന്നത് തന്നെയാകും, അത് ഉറപ്പാണ്. എന്തായാലും ദിലീപിൻ്റെ ഒരു സിനിമയും ഇവിടെ ഓടിക്കാൻ സമ്മതിക്കില്ല. തിയേറ്ററുകളും പ്രേക്ഷകരും എൻ്റെ തന്തയുണ്ടാക്കിയതാണെന്ന് വീമ്പടിച്ച അലവലാദികൾക്ക് മോഹൻലാൽ നൽകിയ ട്രീറ്റ്മെൻറ്റ് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ഞാൻ പറയും. ബബ്ബ കളിച്ച തിയേറ്ററിൻ്റെ പരിസരത്ത് വല്ലതും ഈ വാചകമടിച്ച കൂതറകൾ വന്നിരുന്നുവെങ്കിൽ വിവരം അറിഞ്ഞേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ പടം വരുന്ന ദിവസം കാണുന്ന ആളല്ല. ബബ്ബ കാണാൻ സിന്ധു പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ പോയപ്പോൾ ആ തിയേറ്ററിൽ ദിലീപിൻ്റെ ആരാധകരുടെ ഒരു സന്തോഷവും ബഹളവും കാണണമായിരുന്നു. അവരുടെ മുമ്പിൽ വല്ലതും ചെന്ന് ചാടിക്കൊടുത്തതിന് മഞ്ഞപ്പാൽ പുറത്തു വന്നേ. ഇനിയെങ്കിലും ആളും തരവും നോക്കി കളിക്കാൻ നോക്ക് എന്നാണ് മാന്യരായവരോട് എനിക്ക് പറയാനുള്ളത്. ദിലീപേ,
മോഹൻലാൽ എന്ന വലിയ മനുഷ്യൻ്റെ മഹത്വം നിങ്ങളെന്നും ഓർക്കണം എന്നാണ് ഈ ബബ്ബയിൽ മോഹൻലാൽ സഹകരിച്ചതിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത കഥ. ഞാൻ വെറുതെ കാട് കയറി കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനെ രാഷ്ട്രീയമായി കാണരുത്. കണ്ടാൽ അതിലെനിക്ക് ഒരു വൈക്ലഭ്യവും ഇല്ല, അത് വേറൊരു കാര്യം. നമ്മുടെ ചാനലിൽ സിനിമയെ പറ്റിയും സിനിമാക്കാരെ പറ്റിയും പറയുമ്പോൾ ചിലപ്പോഴതിൽ രാഷ്ട്രീയം കടന്നു വരും. അത് പറയരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമില്ലാത്ത മലയാളി ഇല്ലെന്നേ. എനിക്കൊരു പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ള പറയുന്നവരാണ്. അവനാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ഉള്ളവൻ. എന്നെ ഒരുപാട് പേര് വിളിച്ച് ഉപദേശിക്കും, ദിനേശ് ചേട്ടാ നമ്മുടെ ചാനലിൽ സിനിമ പറഞ്ഞാൽ മതി കേട്ടോ, രാഷ്ട്രീയം പറയണ്ട. അപ്പോൾ ഞാൻ രാഷ്ട്രീയം പറയാറില്ലല്ലോ, സിനിമാക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമല്ലേ ഞാൻ പറയാറുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പത്തി മടക്കും. ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ പരസ്യമായി BJP ലൈനിലാണ്. മോഡിയുമായിട്ട് പന്ത് കളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇടയ്ക്ക് പറഞ്ഞത്. അവർ വീടിൻ്റെ അപ്പുറം ഇപ്പുറമായിരുന്നു. അയാളത് BJPയിലാണെന്ന് തുറന്നു പറയില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ പോകുന്നവർ തുറന്നു പറയേയില്ല ഞാൻ അതിലാണെന്ന്. നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാക്കി അതിൽ മോഡിയായി തന്നെ മോഡിയാവുകയാണ് ഉണ്ണി മുകുന്ദൻ. ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വാർത്ത, തൃപ്പൂണിത്തുറയിൽ BJPയുടെ സ്ഥാനാർത്ഥി ഇദ്ദേഹമായിരിക്കും എന്ന് പറയുന്നു. 140 സീറ്റിൽ 35 സീറ്റ് ഞങ്ങൾ ജയിച്ചാൽ കേരളം ഞങ്ങൾ ഭരിച്ച് കാണിച്ചു തരാം, അതിനുള്ള സീക്രട്ട് ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ ആളാണ് മുൻ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ. സുരേന്ദ്രൻ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഉണ്ണി ജയിച്ചാൽ സുരേന്ദ്രൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കുമായിരിക്കും ഉണ്ണി മുകുന്ദനെ. കേരളത്തിലുള്ള മാളികപ്പുറം കണ്ടവർ മാത്രം വോട്ട് ചെയ്താൽ മതി ഉണ്ണി മുകുന്ദൻ എപ്പോൾ ജയിച്ചെന്നറിയാൻ. കോൺഗ്രസിലെ MPമാരും MLAമാരും മത്സരിക്കാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണല്ലോ. MPമാരെല്ലാം MLAമാരാവാൻ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ MLAമാർക്ക് സീറ്റിന് എവിടെ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 78 വയസ്സുള്ള രോഗിയായ കണ്ണൂർ കെ സുധാകരനും അദ്ദേഹം MP ആണ്. 82 വയസ്സുള്ള മുൻ MP ആയ മുല്ലപ്പള്ളി രാമചന്ദ്രനും വരെ നിയമസഭയിലേക്ക് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാനായിട്ട് പുതിയ ഉടുപ്പൊക്കെ തച്ച് വയ്ക്കുകയാണ്. പിന്നെന്താണ് ഉണ്ണി മുകുന്ദൻ മത്സരിച്ചാൽ കുഴപ്പം? ചുമ്മാ ഇറങ്ങട്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ആടിനെ പ്ലാവില കാണിച്ച് അറുക്കാൻ കൊണ്ടുപോകുന്നത് പോലെ റിട്ടയേർഡ് IPSകാരിയെ തിരുവനന്തപുരം മേയറാക്കാം എന്ന് പ്രലോഭിപ്പിച്ച് മത്സരിപ്പിച്ച് ജയിച്ച ശേഷം കാലുവാരിയ നാടാണ്, പാർട്ടിയാണ്. അത് മറച്ചു വയ്ക്കാൻ എനിക്കില്ല. ഷീലേഖ എനിക്ക് നല്ല പരിചയമുണ്ട്. ഇടയ്ക്ക് എന്നോടൊന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ നേരി ചെന്ന് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നേരി പോകാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിൽ വരാമെന്ന് മെസ്സേജ് അയച്ചു. ഒരു IPSകാരിയോടൊക്കെ നമ്മൾ ഫോണിലല്ലല്ലോ സംസാരിക്കണം. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. പക്ഷേ പോകാൻ പറ്റിയില്ല. അവരോട് ചുമ്മാ ഇരുന്ന് അവരോടാണ് പണ്ട് ശബ്ദം വയ്ക്കുന്ന പെണ്ണുപിള്ളയോട് ശാസ്ത്രമംഗലത്ത് മത്സരിക്കും മേയറാക്കാമെന്ന് കോൺഗ്രസ്സിലെ ഒരു നേതാവ് പറഞ്ഞതുപോലെ ചുമ്മാ ഇരുന്ന് ഷീലേഖയോട് മത്സരിക്കും മേയറാക്കാം എന്ന് പറഞ്ഞു. അവർ മത്സരിച്ച് ജയിച്ചു. മേയറായേണ്ട അവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ ഒരു മുൻ കേന്ദ്രമന്ത്രി തന്നെ പാര വെച്ചു. ഈ മുൻ കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ കയറി സുരേഷ് ഗോപി പറഞ്ഞോളൂ എന്നാണ് എനിക്ക് പേടി. അദ്ദേഹമല്ല, TP സെൻകുമാർ IPS, ജേക്കബ് തോമസ് IPS, അൽഫോൺസ് കണ്ണന്താനം IAS, മെട്രോമാൻ ശ്രീധരൻ, TP ശ്രീനിവാസൻ IFS, മേജർ രവി, പിന്നെ നമ്മുടെ സിനിമാക്കാരായ രാജസേനൻ, ഭീമൻ രഘു, കൃഷ്ണകുമാർ, ദേവൻ, ബിജി തമ്പി, അലി അക്ബർ, അങ്ങനെ ഒരുപാട് സിനിമാക്കാരുണ്ട് BJPയിൽ. അതിൽ നിന്ന് അലി അക്ബർ വിട്ടുപോയി, രാജസേനൻ വിട്ടുപോയി, മറ്റേ ഇനി ആരോ ഭീമൻ രഘു. ഇപ്പം ഇവർ 3 പേരും BJP വിട്ടുപോയി. ഇവരാരും ഇപ്പോൾ അതിലില്ല. അവരങ്ങ് പോട്ടെന്നേ. സ്വന്തം പാർട്ടി ഉണ്ടാക്കി. പിന്നെ കോൺഗ്രസ്സുകാരനായി BJPയിൽ എത്തിയ ആളാണ് നമ്മുടെ ദേവൻ ചേട്ടൻ. ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടിരുന്നു ദേവൻ ചേട്ടനെ. എന്തെങ്കിലും അർഹിക്കുന്ന പദവി ദേവന് കൊടുത്തോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടുത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ ആക്കാവുന്ന ഒരാളാണ്. ഒന്നാമതിപ്പം സിനിമയും കുറഞ്ഞു, അദ്ദേഹം ഒറ്റപ്പെട്ടു. ഭാര്യയൊക്കെ മരിച്ച ശേഷം ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. കുറച്ചകലെ മകളും കുട്ടിയും താമസമുണ്ട്. പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഈ ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ദേവൻ ചേട്ടനൊന്നും ഈ സംഘടനയ്ക്ക് ആവശ്യമില്ല, ഈ പാർട്ടിക്ക് ആവശ്യമില്ല. സെൻകുമാർ, ജേക്കബ് തോമസ്
അൽഫോൺസ് കണ്ണന്താനം, മെട്രോമാൻ, ഇവരെയൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അവർക്ക് പോലും അറിയാമോ എന്ന് എനിക്ക് സംശയമാണ്. ഒരെണ്ണിനും വിളിക്കാറില്ലല്ലോ, അവരെങ്ങും മുഖ്യധാരയിൽ കാണാറില്ല. ഇന്ന് BJPയുടെ തലപ്പത്തിൽ എത്തിയിരിക്കുന്നവരൊക്കെ വരുന്നതിന് മുന്നേ അതിലുള്ള ആളാണല്ലോ നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാർ. ഒരു പടം സെൻസർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാൻ പോലും ഇപ്പോൾ അദ്ദേഹത്തിനാവുന്നില്ല. പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഉണ്ണി മുകുന്ദൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉടുപ്പ് തച്ച് റെഡിയാവുന്നത്. രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് BJPയിലെ സകല കളിയും കളിച്ച് പയറ്റി തെളിഞ്ഞ് പാർലമെൻറ്റിലും നിയമസഭയിലും മത്സരിച്ച് എല്ലാം പഠിച്ച കൃഷ്ണകുമാറിൻ്റെ സീറ്റിലാണ് പാലക്കാട്ട്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടൻ കൃഷ്ണകുമാറല്ല, പാലക്കാട് ഒരു കൃഷ്ണകുമാറുണ്ട്. അദ്ദേഹം സ്ഥിരമായി പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് തോറ്റു പോവുകയും ജനപ്രിയനാവുകയും ചെയ്ത കൃഷ്ണകുമാറിൻ്റെ സീറ്റിലാണ് പാലക്കാട്ട് ഉണ്ണി മുകുന്ദനെ ഇറക്കാൻ പോകുന്നത് അത്രേ. കൃഷ്ണകുമാർ വിശാല ഹൃദയനുമല്ല, സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു പ്രബല ഗ്രൂപ്പിൻ്റെ നേതാവുമാണ് എന്നതും മറക്കണ്ട ഉണ്ണി മുകുന്ദൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ സംശുദ്ധമായ രാഷ്ട്രീയമുള്ള ഒരാളൊന്നുമല്ല, ഏത് കളിയും കളിക്കും. അവിടെയാണ് ഉണ്ണി മുകുന്ദൻ ചെന്ന് ചാടാൻ പോകുന്നത്. നനഞ്ഞു കയറിയാൽ കുളിച്ച് കയറണം. സിനിമയിൽ ഒരു സീറ്റ് നേടുന്ന കാലത്താണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കറ്റുള്ള കാലമാണ്. അങ്ങനെ സീറ്റ് നേടുന്ന കാലത്താണ് മോഡി ഭക്തനായുള്ള ഉണ്ണിയുടെ രാഷ്ട്രീയ യാത്ര. എൻ്റെ മന്ത്രിസ്ഥാനം വേറൊരാൾക്ക് കൊടുക്കാം, എന്നെ ഒഴിവാക്കി തരണേ എന്ന് പറയുന്ന 2 വർഷം ഭരിച്ചപ്പോൾ തന്നെ മതിയായ ഒരു കലുങ്ക് ഗോപിയണ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഉണ്ണി മുകുന്ദൻ ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. എനിക്ക് മതിയായി 2 വർഷം കൊണ്ട്. ഞാനൊരാളെ പേര് പറയാം, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കൂ, എന്നെ റിലീസ് ചെയ്യൂ, എനിക്ക് 10 പൈസയില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് 2 വർഷം കൊണ്ട് തന്നെ പൊറുതി അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്.